ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ വന്ന ഒരു പ്രശ്നമല്ല ഇത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ വരുന്നത് ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ മന്ത്രിമാർ ഏതെല്ലാം പാർട്ടികൾക്ക് അങ്ങനെ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഓരോ പാർട്ടിയുമാണ് അവരുടെ മന്ത്രി ആരായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. മന്ത്രിമാരെ നിയോഗിക്കുന്നതിനുള്ള അധികാരം, ഭരണഘടനാപരമായ അധികാരം മുഖ്യമന്ത്രിക്കാണ്. അതാണ് ഇതിൻ്റെ സ്ഥിതി. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പിൽ വരേണ്ടുന്ന വിഷയമില്ല, വന്നാൽ തെറ്റൊന്നുമില്ല, വരേണ്ടുന്ന വിഷയമില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ആലോചന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ NCPൻ്റെ മന്ത്രി AK ശശീന്ദ്രനാണ്. അദ്ദേഹം തുടരണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്, NCP തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം സ്വാഭാവികമായിട്ട് അവർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മന്ത്രിയെ നിശ്ചയിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി നിലപാടിനെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുക. അല്ല, അങ്ങനെ കണക്കാക്കേണ്ടതില്ല. അത് അവരുടെ പാർട്ടിക്കാരിയാണ്, അവരുടെ പാർട്ടിക്കാരിയാണത്, അവരുടെ പാർട്ടിക്കാര്യമാണ്. അത് ആ നിലയിലാണ് നോക്കേണ്ടത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആലോചനയിൽ വരേണ്ടത് വിഷയമല്ലത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ഈ പ്രശ്നം കേരളത്തിന് വെളിയിൽ ചർച്ച ചെയ്യണമെന്ന് നിലപാടെടുത്തിട്ടില്ല. അങ്ങനെ നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നവുമില്ല. അവരെന്താന്നുള്ളത് അവരെ പാർട്ടിയാണ് അത് സംബന്ധിച്ച് പറയേണ്ടത്. അയാൾ നല്ല നിലയിൽ പെർഫോം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വനം വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അത് ആ നിലയിൽ കൈകാര്യം ചെയ്തു മതി. പിന്നെ അതിൻ്റെ മറ്റു വിഷയങ്ങളൊക്കെ അവരാണ് ആലോചിക്കേണ്ടത്. ഞങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള ഒരു വിഷയമല്ല അത്. അതുകൊണ്ട് അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം ഞാൻ നടത്തുന്നത് ശരിയല്ല. വരുന്നുണ്ടോ?